മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ ഒരു വലിയൊരു വിവാദമായിരുന്നു ഈ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസ്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. മാധ്യമപ്രവർത്തകയുടെ പരാതിന്മേലെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി വിശദമായിട്ട് തന്നെ സർക്കാരിന്റെ മറുപടി കേട്ട ശേഷം വാദം കേൾക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും സുരേഷ് ഗോപി ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധ ജാഥ അടക്കം താൻ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് ഇത്തരത്തിൽ കേസെടുത്തത്. മാത്രവുമല്ല, ഈ കേസെടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഈ മോട്ടോർ വാഹന നിയമപ്രകാരം നികുതി വെട്ടിപ്പ് നടത്തിയെന്നതിന്റെ പേരിൽ ഒരു കേസ് എടുത്തിരുന്നു. ഇത്തരത്തിൽ തന്റെ രാഷ്ട്രീയമായിട്ട് തകർക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. തനിക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ കേസുകളുടെയൊക്കെ ലക്ഷ്യം. മാത്രവുമല്ല, താൻ ദുരുദ്ദേശപരമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു പെരുമാറ്റം ഈ മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ നടത്തിയിട്ടില്ല. വഴി തടഞ്ഞു നിന്ന മാധ്യമപ്രവർത്തകയെ മാറ്റി നിർത്തുക മാത്രമാണ്, അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയുക മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ കേസിൽ വിശദമായിട്ട് മൊഴി നൽകിയതായിട്ടുമാണ് ഈ ഹർജിയിൽ സുരേഷ് ഗോപി ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഈ പോലീസ് എടുത്തിട്ടുള്ള ഈ കേസിന്റെ പിന്നിൽ ഒരു പ്രതികാര നടപടിയായിട്ടാണ് ഈ ഹർജിയിൽ വാദം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-നാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകയുമായിട്ട് അതായത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്ന വേളയിൽ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചു എന്നുള്ളതാണ് അവർ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 28-ന് ഇവർ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ നവംബറിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ നോട്ടീസ് നൽകി സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. വ്യക്തമാണ്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന വിവാദത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.